ഹായ്, ഞങ്ങളെ വീട്ടിൻ്റെ മുന്നിലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് കാണണോ? അടിപൊളി അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണ് മുന്നോട്ട് നിന്നൊന്നും അറിയില്ല. മഴ ഇങ്ങനെ ശക്തമായിട്ട് പെയ്യാണെങ്കിൽ ഞങ്ങളുടെ കാര്യം കട്ട പുകയാവും കേട്ടോ. അന്നേരം നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്താം. ഇനിയൊരു ക്യാമ്പ് ജീവിതമൊന്നും ആഗ്രഹിക്കുന്നില്ല മക്കളെ. വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി രാത്രിയോടുകൂടി നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം നല്ല വെള്ളം കയറും. എന്താവുന്നൊന്നും അറിയില്ല. ആകപ്പാടെ ഒരു വിഷമം പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണിപ്പം നമ്മളെ അവസ്ഥ. കുഞ്ഞുകൂടെ നിൽക്കണം. ഇതാണ് കേട്ടോ ഇപ്പം നമ്മളെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളെ മുറ്റത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഹൈറ്റോളം വെള്ളം എത്തിയിട്ടുണ്ട്. അപ്പുറത്ത് പുഴയൊക്കെ കടന്ന് കവിഞ്ഞു പോയി. ഇതിൻ്റെ നടുവിൽ നിങ്ങൾ ലൈവിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കാട് നന്നായിട്ടുണ്ടായിരുന്നു. പക്കരെ ഒരു പുഴ പോലെ ആയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ പുഴ പോലെയുള്ള അവസ്ഥയാണ് പക്കരയ്ക്ക് പോയിട്ടുള്ളത് കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ മുന്നിലുള്ള പുഴയാണ് ഇപ്പം അവിടെ നിങ്ങൾ കാണുന്നത്. നല്ല ഒഴുക്കുണ്ട്. ഇന്നലെ തന്നെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏകദേശം ഇങ്ങെത്തിയിട്ടുണ്ട് വെള്ളം. ഈ ഭാഗത്താണ് കേട്ടോ ഡേഞ്ചർ അവസ്ഥ ഉള്ളത്. ഈ ഭാഗത്ത് എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടോ, നമ്മളെ വീട്ടിൻ്റെ ഏകദേശം ചെരിവ് ഭാഗമാണിത്. അന്നേരം ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിനേക്കാൾ അപ്പുറത്തെ അവസ്ഥയാണ് കേട്ടോ. ബാക്കി ഭാഗങ്ങളെ കാണിച്ചു തരാവേ. കണ്ടോ, വെള്ളം ഏകദേശം ഇവിടെയൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, താഴ്ഭാഗത്ത് കണ്ടോ, ഏകദേശം നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെയാണ് നമുക്ക്, ഈ ഭാഗത്ത് കൂടിയാണ് നമുക്ക് സാധാരണ വെള്ളം കയറുക കേട്ടോ. ഇതിലേ ഇങ്ങനെ കയറി വരും. ഇങ്ങനെ ഇവിടെയാണ് കുറച്ച് താഴ്ച സ്ഥലമാണ്. അത് ഇതിലെയാണ് വെള്ളം സാധാരണ നമുക്ക് കയറല്. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ അവസ്ഥ എന്ന് പറയുന്നത്. മനസ്സിനാകെ കൂടെ ഒരു ടെൻഷനായ അവസ്ഥയായിട്ടുണ്ട്. ഇതുണ്ടോ വെള്ളം കണ്ടോ? ഇതിന് മുന്നേ എനിക്ക് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്താൽ വെള്ളം അങ്ങനെ കാണിക്കാൻ പറ്റലില്ലായിരുന്നു നിങ്ങളെ. എവിടെ നിർത്താൻ പറ്റില്ല വെള്ളം. അതിപ്പോൾ ഏകദേശം ഇവിടം വരെയൊക്കെ എത്തിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അവസ്ഥ. അതിൻ്റെ പുറമെ വീടിന് ചുറ്റും ഉറവ പൊട്ടിത്തുടങ്ങി. വീടിന് ചുറ്റും നന്നായിട്ട് ഉറവ വെള്ളം എടുത്ത് തുടങ്ങി കേട്ടോ. വീടിൻ്റെ ബേക്ക് വശം മുഴുവൻ ഉറവ പൊട്ടിത്തുടങ്ങി. വീടിന് ചുറ്റും വെള്ളത്തിൻ്റെ ഒരു അവസ്ഥയിലേക്കുണ്ട്. അന്നേരം എല്ലാവരും പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തുക. എങ്ങനെയും മഴയൊന്ന് കുറച്ച് കുറഞ്ഞ് കിട്ടിയാൽ മതിയെന്നുള്ളൂ കേട്ടോ. ഏകദേശം അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കുറച്ച് ഇറങ്ങണി കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ല, ഇതുപോലെ ഞങ്ങളെക്കാളും ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെക്കാളും ഉള്ളവരുണ്ടാവും. പക്ഷേ നമുക്കിത് കാണുമ്പോൾ ഒരു പേടിയാണ്. അവരെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ.